ഇത് തമിഴ്നാട് മധുരയിലെ പ്രശസ്തമായ തിരുമല നായക് കൊട്ടാരം. 1623 മുതൽ 1650 വരെ മധുര ഭരിച്ചിരുന്ന നായക് രാജവംശത്തിലെ രാജാവായ തിരുമല നായ്ക്കൻ നിർമ്മിച്ച രാജകീയ വസതിയായിരുന്നു ഇത്. മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ അകലെയാണ് കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. ഇൻഡോ സാർസനിക് വാസ്തുവിദ്യാ ശൈലിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ഇറ്റാലിയൻ വാസ്തുശില്പിയാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. കൊട്ടാരത്തിൻ്റെ കവാടങ്ങൾ കടന്നാൽ 40,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഒരു നടുമുറ്റമുണ്ട്. മുറ്റം വലിയ വൃത്താകൃതിയിലുള്ള തൂണുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ഏകദേശം 70 അടി ഉയരമുള്ള അഷ്ടഭുജാകൃതിയിലുള്ള താഴികക്കുടത്താൽ മൂടപ്പെട്ട ആർക്കേഡ്, ആകർഷകമായ കമാനങ്ങൾ, ഇടനാഴികൾ, വെളുത്ത ഭീമൻ തൂണുകൾ, മച്ചിലെ പെയിന്റിങ്ങുകൾ, കൊത്തുപണികൾ, വർണ്ണാലങ്കാരങ്ങൾ ഇവ കൊട്ടാരത്തിൻ്റെ ആകർഷകങ്ങൾ. സ്വർഗവിലാസം, രംഗവിലാസം ഈ 2 വിഭാഗങ്ങളാണ് കൊട്ടാരത്തിന്. ഇതിൽ സ്വർഗവിലാസം സിംഹാസന മുറിയായിരുന്നു. സിംഹാസനവും ഇവിടെ കാണാം. നൃത്ത ഹാൾ, പ്രധാന ഹാൾ എന്നിവയും കാണാം. പൂർണ്ണമായും ഇഷ്ടികയും മോട്ടോറും കൊണ്ട് നിർമ്മിച്ചതാണ് കൊട്ടാരം. നിലവിലുള്ളതിനേക്കാൾ 4 ഇരട്ടി വലിപ്പമുണ്ടായിരുന്ന ഈ കൊട്ടാരം കഴിഞ്ഞ ദശകങ്ങളിൽ നിരവധി നാശനഷ്ടങ്ങൾക്ക് വിധേയമായി. ഇന്നിത് പുനരുദ്ധാരണ നടപടിയിലാണ്. മണിരത്നത്തിൻ്റെ പ്രശസ്തമായ ബോംബെ എന്ന ചിത്രത്തിലെ കണ്ണാളനെ എന്ന ഗാനം ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെയാണ്. ദിവസവും ഇവിടെ ചിലപ്പതികാരത്തിൻ്റെ കഥ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയായി നടത്താറുണ്ട്. പുനരുദ്ധാരണം നടക്കുന്നതിനാൽ തൽക്കാലം അത് നിർത്തിയിരിക്കുകയാണ്. ഹെറിറ്റേജ് ആഘോഷങ്ങളുടെ ഭാഗമായി ഇവിടെ നടന്ന കൾച്ചറൽ ഷോയിലെ കാളയാട്ടത്തിലെ ചില കാഴ്ചകളും എനിക്ക് കാണാൻ കഴിഞ്ഞു. തമിഴ്നാട്ടിലെ ഒരു നാടോടി നൃത്ത കലാരൂപമാണ് കാളയാട്ടം. തവിൽ പോലുള്ള വാദ്യോപകരണത്തിൻ്റെ അകമ്പടിയോടെ കടും ചുവപ്പും മഞ്ഞയും നിറമുള്ള വസ്ത്രവും കാളയുടെ തലയുമായി കലാകാരന്മാർ കാണികളുടെ ഇടയിലൂടെ ചുവടുവെച്ച് രംഗത്തെത്തി. ഇടയ്ക്കിടയ്ക്ക് കുട്ടികളെ രസിപ്പിക്കുന്നുമുണ്ടായിരുന്നു. അവിചാരിതമായി കാണാൻ ലഭിച്ച ഈ കലാരൂപം കാഴ്ചകളിൽ എനിക്ക് ലഭിച്ച ബോണസായിരുന്നു.